ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. മൂത്രത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട്? 96%. മൂത്രത്തിൽ 96% ജലവും 2% യൂറിയയുമാണ് അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്? 350 തവണ. ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 350 തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ്. ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് എന്താണ്? ഹെപ്പാരിൻ. ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനായി ചേർക്കുന്നത് ഹെപ്പാരിനാണ്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29 ഇടുപ്പെല്ല്, തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധി ഏതാണ്? ഗോളരസന്ധി. ഇടുപ്പെല്ലും തുടയെല്ലും ചേരുന്ന സന്ധി ഗോളരസന്ധിയാണ്. മനുഷ്യൻ്റെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നഖവും മുടിയും. മനുഷ്യൻ്റെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖവും മുടിയും. തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ്? നാസ്റ്റിക ചലനം. തൊട്ടാവാടിച്ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് നാസ്റ്റിക ചലനത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം ഏതാണ്? ഇന്ത്യ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ്? 1962. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം 1962 ISRO രൂപീകൃതമായ വർഷം ഏതാണ്? 1969. ISRO രൂപീകൃതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാന മന്ദിരം. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1859. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം 1859. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയതാരാണ്? അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല മലബാറാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശ് ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമേതാണ്? വെള്ള. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശ് ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്
കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ്? തവിട്ട് നിറം. കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ്. പഞ്ചസാരയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എത്രയാണ്? 2:1. പഞ്ചസാരയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം 2:1 ആണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടേൻ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ പിതാവ് ആരാണ്? അലക്സ് ജെഫ്രി. DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ പിതാവ് അലക്സ് ജെഫ്രി ആണ്. ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി ഏതാണ്? കുരുവി. ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി കുരുവിയാണ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ചാൾസ് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ്. ഉൽപ്പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹ്യൂഗോ ഡീവറീസ്. ഉൽപ്പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവറീസ് ആണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? വയലറ്റ്. പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റാണ്. പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ്. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം എത്ര മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം? 6 മണിക്കൂർ. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? തിളനില കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു എന്നതാണ്. പ്രഷർ കുക്കറിൽ ആഹാരം എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നതുകൊണ്ട്. പ്രഷർ കുക്കറിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നത് കൊണ്ടാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.